കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ പറയാ, നിങ്ങളോർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ പറ്റുന്നത്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവരെ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവർ എന്നാൽ പോലും ഓരോ രോഗികൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ചേച്ചി എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോഴത്തേന് അവർ കരഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. എനിക്കറിയില്ല എവിടുന്നൊക്കെ ഈ ഫോൺ ഞാൻ ഇന്ന് താത്തു വെച്ചിട്ടുണ്ട്. കോള് വന്നുകൊണ്ടിരിക്കും. നല്ലൊരു സിനിമയിൽ നല്ല വേഷം വന്ന് കിടക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യും. എനിക്കറിയാം. ഞാൻ റിക്കവർ ആയിട്ട് വന്നിട്ട് എനിക്ക് എന്റെ ആ സിനിമയുടെ വേഷം തന്നേക്കണം, അല്ലെങ്കിൽ ആ സിനിമ ഇല്ലെങ്കിൽ വേറെ പുതിയ സിനിമയുടെ വേഷം എനിക്ക് തന്നേക്കണം. ഞാൻ റിക്കവറായി വരുമെന്നാണ് എന്റെ വിശ്വാസം. എന്നെ പോലെ ഈ ഒരു ക്യാൻസർ സ്റ്റേജ് ഒക്കെ ഇരിക്കുന്നവര് അല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്ക് എല്ലാം ഒരു മാതൃകയായിട്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർക്കും നല്ല ചേഞ്ച് ഉണ്ടല്ലോ, എന്റെ മുടിയൊക്കെ വെട്ടി ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ഓർക്കല്ല, ഇതിനെ കളിയാക്കരുത്. ഞാനൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതല്ല, കാര്യം പറയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ, മെയിൻ സ്ട്രീം വണ്ണിന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ വീഡിയോ. എനിക്ക് പറയാനുള്ള, ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും. അതാണ് ഇന്നലെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം എന്താ പറയാ, ഞാൻ 3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 3 ദിവസമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ വീട് ഇത് തന്നെയാണ്. അപ്പം എന്താ അതിനെപ്പറ്റി പറയാൻ വന്നത്, വേറൊന്നുമല്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ സാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം അടുത്ത ദിവസം ഇനി നമ്മൾ ചെയ്യുന്ന കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹാർട്ട് അതുപോലെ കാർഡിയോളജിയിലും അതുപോലെ ലങ്സിന്റെ ഡോക്ടറിനെ നമ്മൾ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കീമോ അത്ര കട്ടി കൂടിയ മെഡിസിനാണ്. അപ്പം അതുകൊണ്ട് ആ കീമോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ ഒന്നും കുഴപ്പമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ക്യാൻസർ രോഗികളുടെ ആൾക്കാർക്കും അറിയാം, ക്യാൻസർ രോഗികൾക്കൊക്കെ അറിയാം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെയാണ് കീമോ ചെയ്യത്തുള്ളൂ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു. അതിന് ടെസ്റ്റ് എക്കോ ഉണ്ടായിരുന്നു, അതുപോലെ ECG ഒക്കെ എടുത്തു. അപ്പം സർട്ടിഫിക്കറ്റ് ഇത് ഓക്കെ ആണെന്നുള്ളത് കിട്ടി. അതുപോലെ ലങ്സിന്റെ ഡോക്ടറെ കണ്ടു, കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് കീമോ പോർട്ടൊക്കെ ഇടണം. കീമോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ക്ലിപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്, അതിടണം. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ പറയാ, നിങ്ങളോർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ പറ്റുന്നത്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര്, ഇന്ന് തന്നെ ഞാൻ ഇന്റർവ്യൂ കണ്ട ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവരെ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവർ എന്നാൽ പോലും ഒരുപാട് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ കോളേജ്, ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോകുന്നത്, മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അവിടെ വെച്ച് ഓരോ രോഗികൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ചേച്ചി എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോഴത്തേന് അവർ കരഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ദൈവത്തോട് ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടോ. ഞാനൊരു 15 പേരുടെ കമന്റ് കണ്ടിട്ട് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് കൈത്താങ്ങൽ തന്ന, സത്യം പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പേര് പറഞ്ഞാൽ അവിടെ പേര് പറഞ്ഞു, കാരണം എനിക്ക് കുറച്ച് മറവി പ്രശ്നമായിപ്പോയി. വേറൊന്നുമല്ല, ടെൻഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളും, ഹോസ്പിറ്റലും കാര്യം തൊട്ട് മരുന്നൊക്കെ, എൻ്റെ വായൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം മരുന്നൊക്കെ കഴിക്കണം. അപ്പം അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ മാനേജർ കരീഷ്മ, അതുപോലെ എൻ്റെ വീട്ടുകാർ, ഒരുപാട് പേര് എന്നെ ഒന്നും നമുക്ക് എന്താ പറയാ, നമുക്കൊന്നും ഇപ്പം ഇതിനടിയിൽ വന്ന ഏതെങ്കിലും ഒരാൾ നെഗറ്റീവ് കമന്റ്, അവള് ഒരിക്കലും പിരിവല്ല കേട്ടോ. പക്ഷെ അവര് വന്നൊന്ന് കാണുന്ന, എനിക്കൊന്നും തരാനോ ഒന്നിനുമല്ല, എന്നെ ഇവരൊക്കെ ഒന്ന് കാണുന്ന എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അവരെന്നെ വന്ന് കണ്ടല്ലോ, എന്നെ വിളിച്ച് തിരക്കിയല്ലോ, കാണാൻ പറ്റാത്തവരെന്നെ വിളിച്ച് തിരക്കിയല്ലോ. ഒരുപാട് പേര് കേട്ടോ, ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എന്നെ വിളിച്ച് തിരക്കി, ഒത്തിരി പേര്. ഇപ്പം സെലിബ്രിറ്റികളായിട്ടാണെങ്കിലും അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരും അതുപോലെ എൻ്റെ ഫ്രണ്ട്സുകളിൽ, എനിക്കറിയില്ല എവിടുന്നൊക്കെ ഈ ഫോൺ ഞാൻ ഇന്ന് താത്തു വെച്ചിട്ടുണ്ട്. കോള് വന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് എന്താ പറയാ, എന്നെ വിളിച്ച് തിരക്കാനും ഇത്രയും പേരുണ്ടാകുമെന്ന് അറിഞ്ഞത് എനിക്ക് ഒത്തിരി എന്താ പറയുക സന്തോഷം. ഞാൻ കരയാൻ പറ്റത്തില്ല, കാരണം വേദന അനുഭവിക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗം വന്നവരുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ എന്താ പറയുക ഒരു മാതൃകയായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും. പിന്നെ എന്താ പറയുക, നമുക്ക് വേദനകളൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ അനുഭവിക്കുന്നവരോട് ഞാൻ പറയാണ്, നമ്മുടെ മനസ്സെപ്പോഴും ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആകും തന്നെ ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മളെ നോക്കുന്ന ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെ
കാണുക, ദൈവത്തെ പോലെ വിശ്വസിക്കുക. ഞാൻ അങ്ങനെയാണ്. നല്ലൊരു സിനിമയിൽ നല്ല വേഷം വന്ന് കിടക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യും. എനിക്കറിയാം. ഞാൻ നമ്മുടെ ഒരു ചേട്ടനാണ്, ചേട്ടനോട് ഞാൻ പറയുകയാണ്, ചേട്ടാ ഞാൻ റിക്കവറായിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ ആ സിനിമയുടെ വേഷം തന്നേക്കണം, അല്ലെങ്കിൽ ആ സിനിമ ഇല്ലെങ്കിൽ വേറെ പുതിയ സിനിമയുടെ വേഷം എനിക്ക് തന്നേക്കണം. അജിത്തേട്ടനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, നമ്മുടെ അസോസിയേറ്ററാണ് സിനിമയിലൊക്കെ. ചേട്ടനോടാണ് പറയുന്നത്, വേഷം തന്നേക്കണം, ഞാൻ റിക്കവറായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എന്നെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ സത്യം പറഞ്ഞാൽ തൊട്ടു. അതുപോലെ ഏറ്റവും വലിയ കാര്യം, എനിക്ക് തിരുമേനി, നമ്മുടെ അറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ തിരുമേനി വന്ന് പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണ് രേണു, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ശക്തിയുണ്ട്. മനസ്സറിഞ്ഞ് പറയുന്നതാണ് അവർ പ്രാർത്ഥിക്കാന്ന്. അപ്പം എന്നെ പോലെ ഈ ഒരു ക്യാൻസർ സ്റ്റേജൊക്കെ എത്തുന്നവർ അല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്ക് എല്ലാം ഒരു മാതൃകയായിട്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന വേണം. പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. ഇതറിഞ്ഞ പിന്നെ ചില രാത്രികളിലെ കാര്യം കാണാതൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം, ഞാൻ ഡെയിലി വിളിച്ച് കരയുന്ന കരീഷ്മ. അവളെനിക്ക് ധൈര്യം തന്നാലും ആള് കുറച്ച് ഡൗൺ ആവും ചിലപ്പോൾ. എടി മോളെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് പോകാൻ. ഒരുപാട് പേര് ഇപ്പം പേര് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ പേര് പറഞ്ഞില്ലേ അവർക്ക് വിഷമാവും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും എന്നെ വിളിച്ച് തിരക്കി. എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ രോഗം പകുതി കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കീമോ തുടങ്ങുവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം.